ആണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് മഹീന്ദ്ര സ്കോർപിയോ. നമ്മൾ ഒരുപാട് പല തരത്തിലുള്ള മൂവീസിലും സ്കോർപിയോൻ്റെ പല പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദബാങ് മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാം എടുത്തു കഴിഞ്ഞാലും ശരിയായൊരു ഹീറോയിസ്റ്റിക് വെഹിക്കിളായിട്ട് വന്നിരുന്ന ഒരു വണ്ടിയാണ് സ്കോർപിയോ. 2002 സ്കോർപിയോ ആദ്യം മഹീന്ദ്ര കൊണ്ടുവരുന്നത്. അടുത്ത വർഷമാകുമ്പോഴേക്ക് 20 വർഷമാവും. അപ്പോൾ 20ാം വർഷത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആക്ച്വലി ജൂൺ 20 സ്കോർപിയോ ഡേയിലാണ്. പക്ഷേ 20ാനല്ല നമ്മൾ വീഡിയോ കൊണ്ടുവരുന്നെങ്കിലും ഇന്നിപ്പം ആക്ച്വലി 19ാമത്തെ പിറന്നാൾ 20ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് സ്കോർപിയോ. അടുത്ത വർഷം പുതിയ സ്കോർപിയോ വരികയും ചെയ്യും. അതിൻ്റെ മുന്നേ നമ്മളൊരു ട്രിബ്യൂട്ട് വീഡിയോ കൊണ്ടുവരാമെന്ന് കരുതി. അതാണ് ഈ ഒരു വീഡിയോ, മഹീന്ദ്ര സ്കോർപിയോയുടെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ. വെൽക്കം ടു ഫ്ലൈവേ. എൻ്റെ കൂടെ ഉള്ളത് പുതിയ ഒരു സ്കോർപിയോ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന സ്കോർപിയോൻ്റെ തൊട്ട് മുന്നത്തെ ഒരു പ്രീ ഫേസ് ലിഫ്റ്റ് എന്ന് പറയാവുന്ന 2014 മുതൽ 17 വന്നിരിക്കുന്ന സ്കോർപിയോയിൽ വന്നിരിക്കുന്ന അഡ്വഞ്ചർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ സീരീസാണ്. 4x4 ആണ്. അത് നമ്മുടെ ഒരു സുഹൃത്ത് അരുൺ PP-യുടെ വണ്ടിയാണത്. ഇപ്പോൾ ഞാൻ ഈ സ്കോർപിയോനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു ടോക്ക് പോകാൻ പോകുന്ന ഒരു 20 വർഷത്തിലേറെ പിന്നിലേക്കാണ്. 96 സ്കോർപിയോ പ്രോജക്റ്റ് മഹീന്ദ്ര തുടങ്ങുന്നത്. കാരണം ആ സമയത്ത് മഹീന്ദ്രക്ക് ഉണ്ടായിരുന്ന ഒരു 4x4 ഒരു എന്താ പറയുക സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ ഒന്നും ഇല്ല, SUV എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാലും ഒരു സ്റ്റൈലിഷ് ആയിരുന്ന വെഹിക്കിൾ മഹീന്ദ്ര ആർമഡ ആയിരുന്നു, ഇന്നത്തെ ബൊലേറോൻ്റെ തുടക്കം ആർമഡയിലാണ്. പക്ഷേ മഹീന്ദ്രക്ക് ഒരു ഗ്ലോബൽ ഒരു SUV വേണം എന്നുള്ള തോട്ട് വന്നു. കോമ്പറ്റീഷനായിട്ട് ടാറ്റ സഫാരിയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേക്കും മഹീന്ദ്രക്ക് എന്തായാലും പിടിച്ചു നിൽക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വാശിയിൽ മുന്നോട്ട് പോകേണ്ട കാര്യമെല്ലാം. അതുകൊണ്ട് മഹീന്ദ്ര ഒരു വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ഇട്ടു. ആനന്ദ് മഹീന്ദ്ര അതിനുവേണ്ടി കുറേ ആളുകളെ അബ്സോർബ് ചെയ്തു. അതിൽ പ്രോമിനൻ്റ് ആയിട്ടൊരു ആൾ തന്നെയാണ് ഇന്നും മഹീന്ദ്ര ഓട്ടോമോട്ടീവ് ലീഡ് ചെയ്ത് പോകുന്ന പവൻ ഗോയങ്ക നേരത്തെ GM-ലായിരുന്നു വർക്ക് ചെയ്യുന്നത്. പവൻ ഗോയങ്കിനെ അബ്സോർബ് ചെയ്തിട്ടാണ് മഹീന്ദ്ര ഈ സ്കോർപിയോ പ്രോജക്റ്റ് തുടങ്ങുന്നത്. സ്കോർപിയോ പ്രോജക്റ്റിന് വേണ്ടി 700 കോടി രൂപയാണ് മഹീന്ദ്ര ഇൻവെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് സ്ക്രാച്ച് മുതൽ ഡെവലപ്പ് ചെയ്തെടുത്തു. ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ വണ്ടിയായിട്ടാണ് സ്കോർപിയോ വന്നത്. ഇന്നും സ്കോർപിയോ പല ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വണ്ടിയാണ്, എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന വണ്ടിയാണ്. അത് ഏഷ്യയിൽ തന്നെ നമുക്കറിയാം പല സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലുണ്ട്, യൂറോപ്പിലുണ്ട്, സൗത്ത് അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്. ഞാനിത് പുറത്തുനിന്നും കണ്ടിട്ടുണ്ട്. പുറത്തുനിന്ന് 2-3 തവണ 2-3 ട്രിപ്പിലുണ്ട്. അത് സ്കോർപിയോ ആയിട്ടും കണ്ടിട്ടുണ്ട്. ഗെറ്റ്-അവേ എന്ന് പറയുന്ന ഇവരുടെ പിക്കപ്പ് മോഷൻ ഉണ്ട്, അതുമായിട്ടും കണ്ടിട്ടുണ്ട്. ഞാൻ സ്പെയിനിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ കണ്ടു. ഇപ്പോൾ പല സ്ഥലത്തുനിന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്രൻ്റെ ഒരു ഗ്ലോബൽ മോഡലായിട്ട് ഫസ്റ്റ് അവതരിപ്പിച്ച മോഡലാണ് സ്കോർപിയോ. എന്തായാലും സ്കോർപിയോയുടെ ഒരു റിച്ച് ഹിസ്റ്ററി തന്നെ ഉണ്ട്. അത് നമുക്ക് ശരിക്കും ആദ്യം നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കളിൽ ഒന്നാണ് മഹീന്ദ്ര ഓട്ടോ. മഹീന്ദ്ര ഓട്ടോയുടെ 50ാം പിറന്നാളായിരുന്നു 2002. ഈ 50ാം പിറന്നാളിൻ്റെ ഭാഗമായിട്ട് ഒരു സെൻസേഷണൽ മോഡൽ അവതരിപ്പിക്കണമെന്ന് മാനേജ്മെൻറ്റും പ്രത്യേകിച്ച് മഹീന്ദ്ര എന്ന ഹെഡ് ചെയ്തിരുന്ന ആനന്ദ് മഹീന്ദ്ര ആഗ്രഹിച്ചു. ഈ ഇറങ്ങുന്ന മോഡൽ മഹീന്ദ്രയുടെ ഭാവിക്ക് ഒരു സുപ്രധാന മോഡൽ ആയിരിക്കണമെന്നും മാനേജ്മെൻറ്റ് ആഗ്രഹിച്ചു. ഇതിൻ്റെ ഭാഗമായി 1996 തന്നെ പുതിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അതിനുവേണ്ടി ഓട്ടോമോട്ടീവ് രംഗത്തുള്ള 2 സുപ്രധാന വ്യക്തികളെയും മഹീന്ദ്ര സ്വന്തമാക്കി. ഈ 2 വ്യക്തികളും ചേർന്ന് 2 വലിയ പ്ലാനുകൾ മഹീന്ദ്രക്ക് സബ്മിറ്റ് ചെയ്തു. ഇതിൽ ആദ്യത്തെ പ്ലാൻ പ്രകാരം എക്സിസ്റ്റിംഗ് മോഡലായിരുന്ന കമാൻഡറിൽ നിന്ന് പുതിയൊരു മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്നായിരുന്നു. കോസ്റ്റ് കുറഞ്ഞിട്ടുള്ളൊരു മെത്തേഡായിരുന്നു ഇത്. എന്നാൽ രണ്ടാമതുണ്ടായിരുന്നത് വലിയൊരു കോസ്റ്റോട് കൂടിയിട്ടുണ്ടായിരുന്ന പ്രോജക്റ്റ് ആയിരുന്നു. 800 കോടിയോളം മുതൽ മുടക്കി ഒരു പുതിയൊരു SUV ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. മാനേജ്മെൻറ്റ് ആദ്യത്തെ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുകയും ഈ രണ്ടാമത്തെ പ്ലാൻ എടുക്കുകയും അതിൻ്റെ മേലെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അന്നത്തെ അവസ്ഥയിൽ മഹീന്ദ്രയുടെ 4 വർഷത്തെ വിറ്റുവരവോളം വരുന്ന എമൗണ്ട് ആയിരുന്നു 800 കോടി. 800 കോടി എന്നുള്ളത് വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് റീവർക്ക് ചെയ്യുകയും 600 കോടിയുടെ ഒരു പ്രൊജക്റ്റായി മാറ്റുകയും ചെയ്തു. അതിനായി തുടക്കത്തിൽ തന്നെ 23 എഞ്ചിനീയർമാരെ നിയോഗിച്ച് പ്രോജക്റ്റ് ആരംഭിച്ചു. 6 വർഷം കൊണ്ടാണ് ആ പ്രോജക്റ്റ് തീരുന്നത്. 120 ആളുകളും 19 ടീമും 75 പ്രോട്ടോടൈപ്പുമായിരുന്നു ഈ പ്രോജക്റ്റിനായിട്ട് നിർമ്മിച്ചിരുന്നത്. ഈ പ്രോജക്റ്റ് മഹീന്ദ്രയുടെ 50ാം വർഷമായ 2002 പുറത്തു വന്നു. മഹീന്ദ്ര സ്കോർപിയോ എന്ന SUV
740 കോടിയോളം അപ്പോഴേക്ക് ചിലവായിട്ടുണ്ടായിരുന്നു. മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകോത്തര വാഹനമായിരുന്നു മഹീന്ദ്ര സ്കോർപിയോ. ഇന്ത്യയിലും UK-യിലും വെച്ച് ഡിസൈൻ ചെയ്യുകയും ജർമ്മനി, ഓസ്ട്രേലിയ വെച്ച് എഞ്ചിനീയറിംഗ് ചെയ്യുകയും അമേരിക്കൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇൻറ്റീരിയറും ഇറ്റാലിയൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സീറ്റും സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബോഡി പാനൽസും കൊറിയയിൽ നിർമ്മിച്ചിരിക്കുന്ന ബോഡിയും ആയിരുന്നു സ്കോർപിയോനെ കുറിച്ച് മഹീന്ദ്ര അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും അതൊരു സെൻസേഷണൽ മോഡൽ തന്നെയായി മാറി. അക്കാലത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ പുത്തൻ ഉണർവായിരുന്ന ഒരു SUV ആയിരുന്നു സ്കോർപിയോ. തൻ്റെ മുഖ്യ എതിരാളിയായ ടാറ്റ സഫാരിനെ വെല്ലുന്ന രീതിയിലായിരുന്നു സ്കോർപിയോ ഉണ്ടായിരുന്നത്. അന്ന് 2 എഞ്ചിനുകളായിരുന്നു മഹീന്ദ്ര സ്കോർപിയോയിൽ കൊണ്ടുവന്നിരുന്നത്. 2.6 ലിറ്റർ വരുന്ന ടർബോ ഡീസൽ എഞ്ചിനും 2 ലിറ്റർ വരുന്ന പെട്രോൾ എഞ്ചിനുമായിരുന്നു. ഡീസൽ എഞ്ചിന് 109 HP കരുത്തായിരുന്നു ഉണ്ടായിരുന്നത്. Euro 3 നോമോട് കൂടിയിട്ടുള്ള എഞ്ചിനായിരുന്നു അത്. പെട്രോൾ എഞ്ചിൻ റിനോയിൽ നിന്ന് സോഴ്സ് ചെയ്ത എഞ്ചിനായിരുന്നു. 116 HP 157 Nm ടോർക്കുമായിരുന്നു ഇതിലുണ്ടായിരുന്നു. 2.5 ടൺ ഭാരമുള്ള SUV ആയിരുന്നു സ്കോർപിയോ. ഇന്ന് നമ്മൾ കാണുന്ന SUV പോലെയുള്ള മോണോകോക്ക് ബോഡിയിലായിരുന്നില്ല സ്കോർപിയോ നിർമ്മിച്ചിരുന്നത്. ലാഡർ ഫ്രെയിം ഷാസിയുടെ മേലെ തന്നെയുള്ള കൺസ്ട്രക്ഷൻ തന്നെയായിരുന്നു സ്കോർപിയോനുണ്ടായിരുന്നത്. ഇതുകൊണ്ട് തന്നെ മഹീന്ദ്രയുടെ ഫാൻസിന് അവരുടെ ഇഷ്ടവിനോദമായ ഓഫ് റോഡിങ്ങിന് പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു സ്കോർപിയോ ഉണ്ടായിരുന്നത്. സ്കോർപിയോ ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന വില 5,50,000 മുതൽ 7,20,000 രൂപ വരെയായിരുന്നു. സ്കോർപിയോയുടെ പ്രശസ്തി വർദ്ധിച്ചു വരുമ്പോൾ തന്നെ 2006 മഹീന്ദ്ര ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നു. ചെറിയ ഡിസൈൻ റീവർക്കുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇതിൽ മുഖ്യമായിട്ടുണ്ടായിരുന്നത് ബോണറ്റിൻ്റെ മേലെ വന്നിരിക്കുന്ന ഹുഡ് സ്കൂപ്പായിരുന്നു. ഡമ്മി സ്കൂപ്പാണെങ്കിലും അതിനൊരു പവർഫുൾ ക്യാരക്ടർ നൽകുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതോടുകൂടി പുതിയൊരു എഞ്ചിൻ മഹീന്ദ്ര അവതരിപ്പിച്ചു. എംഹോക്ക് എന്ന കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനായിരുന്നു ഇത്. 118 HP കരുത്തും 280 Nm ടോർക്കുമായിരുന്നു ഈ എഞ്ചിനുണ്ടായിരുന്നത്. ഇതിൽ 5 സ്പീഡ് മാനുവലും ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഉണ്ടായിരുന്നു. ഈ ഫേസ് ലിഫ്റ്റ് മോഡലിൽ മഹീന്ദ്ര ഒരുപാട് ഫീച്ചേഴ്സും സ്കോർപിയോയിൽ ആഡ് ചെയ്തു. 2D സ്റ്റിയറോ, ഡിജിറ്റൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, സേഫ്റ്റിക്കായിട്ട് ഡുവൽ എയർ ബാഗും ക്രൂസ് കൺട്രോളും എല്ലാം തന്നെ ഈ മോഡലിൽ വന്നു. തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ മാറിക്കഴിഞ്ഞപ്പോൾ മെംഹോക്ക് എഞ്ചിൻ്റെ പ്രശസ്തിയും മഹീന്ദ്രക്ക് തുണയായി. 2009 മഹീന്ദ്ര ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് സ്കോർപിയോന് നൽകി. ഇതിൽ പുതിയ ഹെഡ്ലൈറ്റ്, റീഡിസൈൻ ചെയ്തിട്ടുള്ള ഹുഡും അതിൻ്റെ മേലെ ഹുഡ് സ്കൂപ്പും വന്നു. പുതിയ കളറുകളും ഇതോടുകൂടി അവതരിപ്പിച്ചു. കാര്യമായി മഹീന്ദ്ര ഒരു ചേഞ്ച് സ്കോർപിയോയിൽ കൊണ്ടുവന്നത് 2014 ഈ ഓരോ ഘട്ടത്തിലും മഹീന്ദ്ര പുതിയ എഞ്ചിൻ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ എന്നായിരുന്നു ചേഞ്ചസിന് വിളിച്ചിരുന്നത്. പക്ഷേ അണ്ടർ പിന്നിങ്സ് എല്ലാം തന്നെ തുടക്കത്തിലുള്ളതുപോലെ തന്നെയായിരുന്നു സ്കോർപിയോയിൽ ഉണ്ടായിരുന്നത്. 2014 കാര്യമായ ഒരു ഫേസ് ലിഫ്റ്റാണ് മഹീന്ദ്ര നൽകിയത്. പുതിയ റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡിസൈനാണ് മഹീന്ദ്ര ഇതിൽ നൽകിയിരുന്നത്. മുമ്പത്തേക്കാൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രില്ലും പ്രൊജക്ടർ ലെൻസോട് കൂടിയുള്ള പുതിയ ഹെഡ്ലൈറ്റുകളും റീവർക്ക് ചെയ്ത ബമ്പറും ടെയിൽ ലൈറ്റും എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന പുതിയ കളർ ഇതെല്ലാം തന്നെ സ്കോർപിയോനെ വീണ്ടും അട്രാക്റ്റീവ് ആക്കുകയാണ് ചെയ്തിരുന്നത്. ഇന്ത്യയിലെ അർബൻ റൂറൽ മാർക്കറ്റിൽ ഒരുപോലെ ഷൈൻ ചെയ്തിരുന്ന മോഡലിലൊന്നാണ് സ്കോർപിയോ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി റീവർക്ക് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ് പുതിയ സ്കോർപിയോയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ മുഖ്യമായ ചേഞ്ച് വന്നിരുന്ന ഡാഷ്ബോർഡ് ഡിസൈനിലായിരുന്നു. ഇതിൽ പുതിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ AC സിസ്റ്റവും കൊണ്ടുവന്നു. ഈ പുതിയ സ്കോർപിയോയിൽ പുതിയൊരു 2.2 ലിറ്റർ PS6 ഡീസൽ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. 118 HP കരുത്തും 280 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നത്. ഈ റീഡിസൈൻ ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഓൺ സിസ്റ്റവും കോർണറിംഗ് ലൈറ്റും വന്നു. ഓട്ടോ വൈപ്പർ, ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം എന്നിവയും ഇതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡായിട്ട് വന്നു. ഒരു ഓഫ് റോഡ് എന്തൂസിയാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഡ്വാൻസ്മെൻറ്റ് ഈ മോഡൽ വന്ന് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ 4-wheel drive സിസ്റ്റം വന്നതാണ്. 4-wheel driveൻ്റെ കൺട്രോൾ ലിവറിന് പകരം റോട്ടറി നോബിലേക്കായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. ഫൈനൽ റിഫ്രഷ്മെൻറ്റ് സ്കോർപിയോയിൽ വന്ന് 2017 ഇതിൽ പുതിയ എംഹോക്ക് എഞ്ചിൻ അവതരിപ്പിച്ചു. 140 HP കരുത്തും 320 Nm ടോർക്കും ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിനോട് മീറ്റ് ചെയ്തിട്ടുള്ള 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള 2014 വന്നിരിക്കുന്ന മോഡലിൻ്റെ അഡ്വഞ്ചർ എന്ന സ്പെഷ്യൽ സീരീസാണ്. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ട്രിമ്മോട് കൂടിയിട്ടുള്ള ഡിഫറെൻറ്റ് മോഡലുകളും സ്കോർപിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സ്കോർപിയോയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവതരിപ്പിച്ച മറ്റൊരു വണ്ടിയാണ് ഗെറ്റവേ എന്ന പിക്കപ്പ് ട്രക്ക്. സിംഗിൾ ഡബിൾ ക്യാബിനിലായിരുന്നു വന്നിരുന്ന ഈ പിക്കപ്പ് ട്രക്ക് ഇന്ത്യനേക്കാൾ ഏറെ പോപ്പുലാരിറ്റി ലഭിച്ച സ്കോർപിയോയുടെ എക്സ്പോർട്ട് മാർക്കറ്റുകളിലാണ്. ഇന്ത്യയിലും ഗെറ്റവേ മോഡൽ വന്നിരുന്നെങ്കിലും ഇതൊരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിൾ എന്ന രീതിയിൽ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗെറ്റവേ എന്ന മോഡൽ കൂടുതലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണ് പോപ്പുലറായിട്ട് വന്നിട്ടുള്ളത്. മഹീന്ദ്ര സ്കോർപിയോവുമായിട്ട് എനിക്ക് ഒരുപാട് പേഴ്സണൽ ബന്ധങ്ങളൊന്നുമില്ല, ചെറിയ ബന്ധങ്ങളേ ഉള്ളൂ. പക്ഷേ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്കോർപിയോയോട് ലൈഫിൽ നടന്നിട്ടുണ്ട്, എൻ്റെ പ്രത്യേകിച്ച് ഓട്ടോമോട്ടീവ് ലൈഫിൽ. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വ്യക്തമാക്കാം. ഇപ്പം നമ്മളുടെ അടുത്തുള്ളത് ഇപ്പോഴത്തെ മാറി വന്നിട്ടുള്ള ഒരുപാട് തലത്തിൽ മാറിയിട്ടുള്ള ഒരു സ്കോർപിയോ ആണെങ്കിൽ
കുറേ കാര്യങ്ങൾ ഇപ്പോഴും സ്കോർപ്പിയോൻ്റെ പഴയ പോലെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു മോഡലിനെ കുറിച്ച് നോക്കാം. ഇതിപ്പോൾ അഡ്വഞ്ചർ എന്ന് പറഞ്ഞ മോഡലാണ്, സ്പെഷ്യൽ എഡിഷനാണ്, ഡബിൾ കളറെല്ലാം വന്നിട്ടുണ്ട്, അതും 4 വീൽ ഡ്രൈവുമാണ്. ഇപ്പോൾ ഫ്രണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്കോർപ്പിയോയിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും എല്ലാം തന്നെ കംപ്ലീറ്റ്ലി മാറി. ഓരോ സമയത്തും അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മേലെ സ്കൂപ്പ് വരുന്നതെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നില്ല, പ്ലെയിൻ ബോണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്രെയിം എല്ലാം തന്നെ പഴയ സ്കോർപ്പിയോ പോലെ തന്നെ വന്നു. ഇപ്പം ഈ ഒരു ബോഡി ഷെല്ല് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതെല്ലാം ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ സ്കോർപ്പിയോൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഡോർ പാനലാവട്ടെ, ഈ ഗ്ലാസ് പോർഷൻ ആവട്ടെ, ഈ ഒരു തേർഡ് റിയർ ക്വാർട്ടർ ആവട്ടെ, ഇതൊന്നും തന്നെ മാറിയില്ല. ഫ്രണ്ടർ മാറിയിട്ടുണ്ട്, കാരണം ഹെഡ്ലൈറ്റും ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഫ്രണ്ടർ മാറിയിട്ടുണ്ട്, വീൽ ആർച്ചസ് എല്ലാം മാറി. ഇതിൽ ഹെമഹോക്കിൻ്റെ എഞ്ചിനും വന്നു. എഞ്ചിനും ഗിയർ ബോക്സും പവർ ട്രെയിനിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇതെല്ലാം കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ സ്കോർപ്പിയോക്ക് മഹീന്ദ്ര കൊണ്ടുവന്നു, മാർക്കറ്റിൽ പിടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സ്കോർപ്പിയോ അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് മോഡലാണ് മഹീന്ദ്രക്ക്. ഈ ഒരു മാറ്റങ്ങളെല്ലാം തന്നെ മഹീന്ദ്ര ഇംപ്രൊവൈസ് ചെയ്യുന്ന മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഉണ്ടാകുന്ന മികവുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയാണ് സ്കോർപ്പിയോയുടെ ഒരു സക്സസ് സ്റ്റോറിയുടെ ഒരു മന്ത്രം. അപ്പോൾ റിയറിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രൈവിനും പോകാം. സൈഡ് ഹിഞ്ച്ഡ് ഡോർ തന്നെയായിരുന്നു മുമ്പ് മുതലേ സ്കോർപ്പിയോക്ക് വന്നിരുന്നത്. ഈ ഒറ്റയടിക്ക് അടയാത്ത കാര്യങ്ങളെല്ലാം തന്നെ മുമ്പുണ്ടായിരുന്നു, അതൊന്നും അങ്ങനെ തന്നെ ഉണ്ട്. അതെല്ലാം ചില കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഒരു എന്താ പറയുക, ഒരു ഇന്ത്യൻ വെഹിക്കിൾസിൽ പലപ്പോഴും കാണുന്ന ചില കാര്യങ്ങൾ അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ബാക്കിലുള്ള മാറ്റങ്ങളെല്ലാം ഒരുപാട് കോസ്മെറ്റിക് ചേഞ്ച് വന്നു. ഈ ഒരു സ്പോയിലർ മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം റിയറിലെ ഡോറിൻ്റെ മേലെ വന്നിരിക്കുന്ന ഈ ഒരു ഷേപ്പും ഡിസൈനും മാറ്റം വന്നതാണ്. ടെയിൽ ലൈറ്റിൽ ഒരുപാട് മാറ്റം. ആദ്യം കാലത്തെല്ലാം വന്ന ചെറിയ ഇങ്ങനെയുള്ള റൗണ്ടായിട്ടുള്ള 2 ടെയിൽ ലൈറ്റ്, പിന്നെ അത് ഇവിടുന്ന് ഇത്രയും വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ വീണ്ടും കുറഞ്ഞ് ഇത്രയായി, ക്ലിയർ ലെൻസായി. ഇങ്ങനെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. ഇത് എസ്റ്റ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ ലോഗോ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റിക്കർമാരായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ അതിങ്ങനെ എക്സ്പോസ് ചെയ്ത് 3D ഫീൽ വന്നിട്ടുണ്ട്. പിന്നെ ഹാൻഡിലെല്ലാം തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. ബമ്പറിൽ മാറ്റം വന്നു. ഇതിൽ ട്രെയിലർ ഹുക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ ഫ്രണ്ട് അത്യാവശ്യം ഓഫ് റോഡും അതുപോലെ തന്നെ ഫാമിംഗ് എല്ലാം ചെയ്യുമ്പം ട്രെയിലറെല്ലാം ഹുക്ക് ചെയ്യാറുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് പ്രോപ്പർലി ഒരു 7 പേർക്ക് ഇരിക്കാം. ബാക്കിൽ 2 സ്പ്ലിറ്റ് സീറ്റുകളാണ് ഫേസ് ടു ഫേസ്. ബാക്കി തേർഡ് റോള് 3 പേർക്കും, മുമ്പിൽ 2 പേർക്കും ഇരിക്കാം. സീറ്റിലും ഇംപ്രൊവൈസേഷൻസ് എല്ലാം ഒരുപാട് വന്നിട്ടുണ്ട്. ഇതെല്ലാമാണ് സ്കോർപ്പിയോയിൽ വന്ന മാറ്റം. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് സ്കോർപ്പിയോയുടെ റിവ്യൂ ആയിട്ടല്ല, ഒരു ട്രിബ്യൂട്ടാണ്, എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. വീണ്ടും നമ്മളെ കൂട്ടത്തിൽ സ്കോർപ്പിയോയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. സോ വിൽ ഗോ ഫോർ എ ഡ്രൈവ്. മാസ്ക് മാൻഡേറ്റ് ആണ്. നമ്മളിപ്പോൾ സ്കോർപ്പിയോയുമായിട്ട് കുറേ കൂടി എന്നെക്കാളും ബന്ധമുള്ള ഒരാളെ കാണാനും കൂടെ വീഡിയോയിൽ കൊണ്ടുവരാനാണ് പോകുന്ന വഴിയിൽ എനിക്ക് സ്കോർപ്പിയോയുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതെന്തായിരുന്നു ഞാൻ ഇപ്പം വിശദീകരിക്കാം. സ്കോർപ്പിയോ ഇറങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ മഹീന്ദ്ര ഒരു ഡിസൈൻ കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സ്കോർപ്പിയോ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്യാനുള്ളൊരു കോൺടെസ്റ്റ്, അതായത് ഒരു മത്സരം. അതെന്താണെന്ന് വെച്ചാൽ 2040 ഉണ്ടാവുന്ന സ്കോർപ്പിയോ എങ്ങനെ ആയിരിക്കും എന്ന് ഒരു ഭാവം, അതിൻ്റെ ഒരു നമ്മളൊരു ഇമാജിനേഷനും കൊണ്ടുവന്നിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊരു കോൺടെസ്റ്റ് ആയിരുന്നു. ഓട്ടോകാർ മാഗസിനും ചേർന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒരുപാട് ഡിസൈനേഴ്സ് എല്ലാവരും ജൂറി പാനലിലുണ്ടായിരുന്നത്. അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോകാർ നമുക്കൊരു ഷാസി പ്ലാറ്റ്ഫോം അയച്ചു തരും. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്കെയിലാണ്. ബേസിക് ആയിട്ടുള്ള ഷാസിയും അതുപോലെ തന്നെ ടയേഴ്സും മാത്രമല്ല എല്ലാവർക്കും ഒരേ സ്കെയിലാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ആ സ്കെയിലിൻ്റെ മേലെ ഒരു ക്ലേ മോഡൽ ചെയ്യണം. ഞാനാണെങ്കിൽ ബേസിക്കലി ഡിസൈനിങ് പഠിച്ച ആളൊന്നുമല്ല, ഒരു ഡിസൈനറും അല്ല. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അറിയാവുന്ന ഒരാൾ നമ്മുടെ സർക്കിളിലൊന്നും ഇല്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട് സഞ്ജയ് ഉണ്ട്, സഞ്ജയ് ഉരുക്കോത്ത്, ഡിസൈനറാണ് ഇപ്പം. പക്ഷെ അന്ന് അവന് NIT ചേർന്നിട്ട് കൂടില്ല, അതിൻ്റെ മുന്നെയാണിത്. അപ്പം ഞാനത് എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം കുറേ ഒരു ഐഡിയ നമ്മൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം സ്കെച്ച് ചെയ്തു. ഞാനും സഞ്ജയും കൂടെ എപ്പോഴും അതിനെപ്പറ്റി ചെക്ക് ചെയ്തിട്ട് ഞാനൊരു സ്കെച്ച് ചെയ്തിട്ട് ഫൈനലൈസ് ചെയ്ത്, എൻ്റെ വൈഫും എൻ്റെ കൂടെ കൂടാറുണ്ട്, കാരണം അവൾ ആർക്കിടെക്റ്റാണ്. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ആദ്യം പേപ്പറിൽ സ്കെച്ച് ചെയ്തു. അതിൻ്റെ മേലെ ക്ലേ മോഡൽ ചെയ്യാമെന്ന് കരുതി. ക്ലേ മോഡലാണ് ചെയ്യാറ് സാധാരണ. നമുക്കറിയാം, സാധാരണ ഈ കാറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ കാണാറുണ്ടോ, ക്ലേ മോഡൽ ആദ്യം ചെറിയ സ്കെയിൽ ചെയ്ത് പിന്നെ 1:1 ചെയ്തിട്ടാണ് സാധാരണ വണ്ടികൾ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാനും അതേപോലെ തന്നെ ക്ലേ മോഡൽ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് എന്ത് ടൈപ്പ് ഓഫ് ക്ലേ ആണെന്നൊന്നും അന്ന് അറിയില്ല. ശരിക്കും ഇൻഡസ്ട്രിയൽ ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, ഒരു വളരെ ക്ലീൻ ആയിട്ട് സർഫസ് കാവ് ചെയ്തെടുക്കാവുന്ന ക്ലേ ആണ് അതിന് ഉപയോഗിക്കുക.
എനിക്കത് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് നമ്മുടെ ഇവിടെ കോഴിക്കോട് തന്നെയുള്ള പല ഓട് കമ്പനികളുണ്ട്. അപ്പോൾ ആ ഓട് കമ്പനിയിൽ നിന്നുള്ള സാധാരണ കളിമണ്ണിൻ്റെ ഒരു വലിയൊരു പീസ് വാങ്ങിക്കൊണ്ടുവന്ന് അതിൻ്റെ വില പണിയാൻ തുടങ്ങി. പണിത് എല്ലാ ദിവസവും അന്ന് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യായിരുന്നു ഉപ്പൻ്റെ ഓഫീസിൽ. അന്ന് ഈ പറഞ്ഞ ഓഫീസ് കഴിഞ്ഞ് വന്നാൽ വൈകിട്ടാണ് ഞാൻ ഇരിക്കുക. വൈകിട്ട് ഇരുന്ന് രാത്രി വരെ പോകും. അന്ന് എൻ്റെ വൈഫാണ് ക്യാരിങ്. അപ്പോൾ അവൾ മൂത്ത മോളെ ഗർഭമുള്ള സമയത്തുണ്ട് അവൾ വേഗം കിടക്കും ചെയ്യും. അപ്പോൾ ഞാൻ 1 മണി 2 മണി വരെ ഇരുന്നിട്ട് വർക്ക് ചെയ്യും. ചില സമയത്ത് ഉമ്മ ഉറങ്ങാതെ കൂടെ ഇരിക്കും. അത് 3-4 തവണ ഞാൻ ഷേപ്പ് ചെയ്തിട്ട് അത് ഉണങ്ങാൻ വേണ്ടി വെക്കും. രാവിലെ ആകുമ്പോഴേക്കും പൊടിഞ്ഞു പോകും, ക്രാക്ക് വന്ന് പൊടിഞ്ഞു. അപ്പോൾ അത് എന്ത് തരത്തിലും അത് ശരിയാകുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഉമ്മ ഒരു ഐഡിയ തന്നത്, നീ ആ ഷേപ്പാക്കി കഴിഞ്ഞാൽ ഓവനിൽ വെക്ക്. നമ്മൾ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി. അപ്പോൾ ഇതിൻ്റെ മേലെ എന്താ ഷേപ്പ് ആയിരുന്ന സമയത്ത് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ആ നനവ് കുതിർപ്പുണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും എന്താ പറയുക ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ വരുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുകൊണ്ട് അത് ഉണങ്ങണം. ആ ഉണങ്ങുന്ന സമയത്താണ് ക്രാക്ക് വരുന്നതും. ഈ പറഞ്ഞ പോലെ ഉമ്മ പറഞ്ഞ പോലെ ഞാനത് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി അത് ശരിക്കും ഉറച്ചു. പിന്നാണ് നമ്മളത് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മേലെ ഫാബ്രിക് പെയിൻ്റ് അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. സാധാരണ വേറെ പെയിൻ്റ് ഉപയോഗിക്കുക, ഫാബ്രിക് പെയിൻ്റെല്ലാം വാങ്ങി നമ്മൾ ഫിനിഷ് ചെയ്ത് ആദ്യം ഫോട്ടോ ആണ് അയച്ചു കൊടുക്കേണ്ടത്. അന്ന് എൻ്റെ അടുത്ത് സാധാരണ ഒരു ഡിജിറ്റൽ ക്യാമറ ഉള്ളൂ, ബെൻക്യൂൻ്റെ. അപ്പോൾ ഞാൻ പുറത്ത് ഇവിടെയുള്ള നാഷണൽ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഓട്ടോക്കാരന് അയച്ചു കൊടുത്തു. അപ്പോൾ ആക്ച്വലി എൻട്രി ലേറ്റായി. ഞാൻ അയക്കുമ്പോഴേക്ക് ലേറ്റായി. എനിക്ക് സമയം കുറവായിരുന്നു. എല്ലാ ദിവസവും രാത്രി ഇരിക്കും. 2-3 ദിവസം കഴിഞ്ഞ് ഇത് ഷേപ്പാക്കി എടുക്കുമ്പോഴേക്കാണ് പൊട്ടിപ്പോക്ക്. അങ്ങനെ അയച്ചു കൊടുത്തു. പക്ഷേ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളൊന്നും വിവരമുണ്ടായിരുന്നില്ല. ഞാൻ കരുതി തള്ളിപ്പോയിന്ന്. പിന്നെ ഒരു മെയിൽ വന്നു എനിക്ക്, ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്, ഞാൻ ചെയ്ത മോഡൽ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. ആ മോഡൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു. ഞാൻ അതിൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുള്ളൊരു പ്രോപ്പർ ഫസ്റ്റ് ഡിസൈൻ പ്രോജക്റ്റ്. അത് ഏതായാലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ഡിസൈനറല്ല, എൻജിനീയറല്ല, ഒന്നുമല്ല. വെറും ഒരു താല്പര്യം കൊണ്ട്, പാഷൻ കൊണ്ട് മാത്രം ഞാൻ ചെയ്തെടുത്തായിരുന്നു. എനിക്ക് അതിനെപ്പറ്റി ശരിക്കും പറഞ്ഞു തരാനുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ ടോപ്പ് 10 വന്നു. ഓട്ടോക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്, ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവർ റിസൾട്ടെല്ലാം പ്രഖ്യാപിച്ചത്. അതിൽ കുറേ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരിലുണ്ട്. അതൊന്നും ടോപ്പ് 10 ഒരു മോഡലിൽ സെലക്ട് ചെയ്തത് ഞാൻ ചെയ്ത ഈ ഒരു ഡിസൈനായിരുന്നു, 2040 സ്കോർപ്പിയോ ഡിസൈൻ്റെ. അതിനുവേണ്ടി സമ്മാനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് തന്നെ വലിയൊരു സമ്മാനമായി തോന്നി. കാരണം വെറും താല്പര്യം കൊണ്ട് ചെയ്തിട്ട് അന്ന് കിട്ടിയൊരു വലിയൊരു എന്താ പറയുക, അഭിമാനകരമായൊരു കാര്യമാണ്. എനിക്കൊരു 24 വയസ്സുള്ളപ്പോഴാണ്, 24-25 വയസ്സായിട്ടുണ്ടാവും. ആ സമയത്താണ് അത് ചെയ്തത്. എന്തായാലും ദാറ്റ് വാസ് മൈ സ്റ്റോറി വിത്ത് ദ സ്കോർപ്പിയോ. ഇനി നമുക്ക് ഒരു സ്കോർപ്പിയോയുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ വീഡിയോയിലേക്ക് കൊണ്ടുവരാം. സോ ഇതാണ് ആ ആള്, ഞാൻ തന്നെ. മാസ്ക് വെച്ചിട്ടുണ്ടെന്നുള്ളൂ, ഞാൻ തന്നെയാണ് ആള്. ലോക്ക്ഡൌണിന്റെ ഇടയിലായതുകൊണ്ട് ഭയങ്കര മാനദണ്ഡങ്ങളൊക്കെ പ്രാപിച്ചുകൊണ്ട് തന്നെ സ്വന്തം നന്ദുവാണ്. നന്ദുവിന്റെ ഒരു ടോക്കിംഗ് സ്കോർപ്പിയോ ഉണ്ടായിരുന്നു, സ്കോർപ്പിയോ മാൻ വിത്ത് ടോക്കിംഗ് സ്കോർപ്പിയോ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ച തന്നെ സ്കോർപ്പിയോനാണ്. ഞാൻ 2009 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയതിനു ശേഷമാണ് വണ്ടി ഓടിക്കാൻ തന്നെ പഠിച്ചത്. അതുവരെ ഞാൻ ലൈസൻസ് പോലും എടുത്തിട്ടില്ല. വണ്ടി ഉണ്ടായിരുന്നു, സ്കൂട്ടറൊക്കെ ഓടിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഞാൻ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ചു തുടങ്ങിയത് കോളേജിൽ നിന്ന്. ഇന്ത്യക്കുള്ളപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ശരിക്കും ഞാൻ ബൈക്ക് മാത്രമേ ഓടിക്കുള്ളായിരുന്നു. വീട്ടിൽ സമ്മതിക്കില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഉരുട്ടി കിടക്കുന്നല്ലാണ്ട് വണ്ടി ഓടിക്കാൻ തരത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കോർപ്പിയോനാണ് ഞാൻ വാഹനം ഓടിക്കാൻ പഠിച്ചത്. അപ്പോൾ എൻ്റെ ഗുരുവായിട്ട് തന്നെ കണക്കാക്കാം. അന്നത്തെ ഭയങ്കര സംഭവമായിരുന്നു സ്കോർപ്പിയോയിൽ. ഈ വർത്താനം പറയുന്നത് തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒറ്റയ്ക്ക് വണ്ടി എടുക്കാൻ നടക്കുമ്പോൾ ഈ വണ്ടിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ഫ്യൂവൽ കുറയുമ്പോഴും ഈ ഒച്ചയും വിളി ഉണ്ടാക്കും, യു ആർ സ്കോർപ്പിയോ ഈസ് റണ്ണിങ് ഓൺ റിസർവ് ഫ്യൂവൽ. അത് ആരെങ്കിലും ഒക്കെ വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ എനിക്കിത് വിളിച്ച് പോവുക. ആ ഒരു പ്രശ്നം മാത്രമേ. അപ്പൊ അത് മാത്രം നിർത്തി വെക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ട് വരട്ടെ കമ്പനിയിൽ വന്നു. അപ്പൊ അവര് പറഞ്ഞു മൊത്തമായിട്ട് നിർത്തേണ്ടി വരുന്നു. അന്ന് പക്ഷെ എനിക്ക് അവന്റെ ആ സ്വരത്തിനോട് വിട പറയാൻ ഒരു മടിയുള്ളത് കാരണം ചെയ്തില്ല. എന്റെ അമ്മോ, വണ്ടി കയറിയ ഉടനെ യുവർ കാർ ഇസ് എ പവർഫുൾ കാർ, പ്ലീസ് ഡ്രൈവ് ഇറ്റ് കെയർഫുള്ളി എന്നൊക്കെ അവനോടുള്ള വാണിംഗ് ആണ് ശരിക്കും പറഞ്ഞ. സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് ചീത്ത പറയും, പെട്രോൾ അടിച്ചതിന് ചീത്ത പറയും. പിന്നെ കുറച്ചു കാലം ബ്രേക്കിന്റെ എന്റെ മാസ്റ്റർ സിലിണ്ടറിന്റെ ഫയറിംഗ് ചെറിയ പ്രശ്നമായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് യുവർ സ്കോർപ്പിയോ ഹാസ് എ ബ്രേക്ക് ഫെയിലർ എന്ന് എന്തോ പറയുമായിരുന്നു. അതെ, അത് എപ്പോഴും വിളിച്ചു പറയാൻ തന്നെ അമ്മ കൂടെ ഉള്ളപ്പോഴാണ്. അമ്മ അല്ലെങ്കിൽ നീ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, നിനക്ക് അതറിയത്തില്ല എന്ന് ചീത്തയാ. അതിന്റെ കൂടി ഇത് നല്ലൊരു രസകരമായ അനുഭവമായിരുന്നു എനിക്ക് സ്കോർപ്പിയോ. അതെ, നിന്നെ വിളിച്ച് നിന്റെ സ്കോർപ്പിയോ വിശേഷം മാത്രം പറയാനല്ല, നീ ഒരുപാട് ഓഫ് റോഡ് ഇവന്റുകളും മറ്റതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ സ്കോർപ്പിയോയിലായിട്ട്. ഒരു കാര്യം എൻ്റെ മുമ്പ് എനിക്ക് പലപ്പോഴും
മഹീന്ദ്രന്റെ ഇവന്റ്സ് മിസ്സാവാറുള്ള ഒരു കാരണം ഇവനാണ്. അതെന്നും മുതൽ ഞാനല്ലേ പോട്ടത്. എന്നാലും നമ്മള് എനിക്ക് മൊണാസ്റ്റ് എസ്കേപ്പ് അങ്ങനെ ഒരുപാട് ഡ്രൈവ് മിസ്സായത് ഇവനാ പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവൻ തന്നെ അതിനെപ്പറ്റി പറയാം. 2 ഡ്രൈവാണ് മെയിൻ ആയിട്ട് ഞാൻ പോയത്, അഡ്വഞ്ചർ ഡ്രൈവ്സ്. ഒന്ന് മോണസ്റ്റ് എസ്കേപ്പ്, അതൊരു 3 years ബാക്ക് പോയതും, പിന്നെ ഈ അടുത്ത് അരുണാചലിന്റെ ഒരു ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. രണ്ടും എനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയ താറാണ്. അന്ന് മറ്റേ പ്രീവിയസ് ജനറേഷൻ താറും ഇപ്രാവശ്യം കഴിഞ്ഞ 2 months ബാക്ക് പോയപ്പോ പുതിയ ജനറേഷൻ താറും. പക്ഷെ അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല. നിങ്ങള് TSD റാലി ചെയ്തിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ നടത്തുന്ന ഇവന്റ്സിൽ സ്കോർപിയോ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ ടിസന്റെ വണ്ടി, അപ്പൊ അതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. സ്കോർപിയോടെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള അന്ന് ഞാൻ പറഞ്ഞ പോലെ മഹീന്ദ്രയുടെ കൂടെ ഡ്രൈവ് പോയപ്പോ എനിക്ക് കുറച്ച് ദിവസം ഈ വണ്ടി എന്റെ താറ് കേടായപ്പോ എനിക്ക് ഉപയോഗിക്കാൻ നിന്നത് അവര് സ്കോർപിയോ ആയിരുന്നു. അന്ന് തന്നെ താറ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന സ്കോർപിയോ കയറുന്നത്. കാരണം സ്കോർപിയോന്റെ 4-wheel ഡ്രൈവ് ഞാൻ വെച്ചിട്ട് കുറവായിരിക്കുന്നില്ല. പക്ഷെ നോ, സ്കോർപിയോസ് വേർ പെർഫോമിംഗ് വെൽ. പിന്നെ അതുകൂടാണ് നമ്മുടെ ക്ലബില് നമ്മുടെ മെയിൻ ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന ടിസന്റെ കയ്യിലൊരു സ്കോർപിയോ, അത് ഫസ്റ്റ് ജനറേഷൻ സ്കോർപിയോന്റെ 4-wheel ഡ്രൈവാണ്. അതും അത് പക്ഷേ ഫ്രണ്ടിൽ സോളിഡ് ആക്സിലൊക്കെയാണ്. അത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ വെരി വെരി കേപ്പബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ. അത്യാവശ്യം നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പേടിയൊക്കെ ആവുമായിരിക്കും, പക്ഷെ എന്നാലും സ്കോർപിയോസ് വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാഹനമായിരുന്നു. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഭയങ്കര ഒലച്ചലായിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറ്റാണ് ഇപ്പോൾ ഈ വാഹനം ഉള്ളത്. ഇതിപ്പോ നമ്മുടെ ഫ്രണ്ടിന്റെ തന്നെ വണ്ടിയാണ്, അരുണിന്റെ വണ്ടി. അവന് ഇതുപോലെ തന്നെ സ്കോർപിയോ ഭയങ്കര ക്രേസ് ആയിട്ട് അവൻ കാപ്പി പിടിച്ച് അഡ്വഞ്ചർ എഡിഷൻ എന്ന് പറഞ്ഞിട്ടൊരു എഡിഷൻ ഉണ്ട്, അതാണിത്. അതിന്റെ 4-wheel ഡ്രൈവ് ഒക്കെ ഉള്ളത്. വെരി നൈസ്. ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ആണ് 4-wheel ഡ്രൈവ്. നമുക്ക് ശരിക്കും ബട്ടണിൽ തന്നെ തിരിക്കാം. അപ്പോൾ ഈ സ്കോർപിയോ ഈ 20 വർഷം കൊണ്ട് എവിടെ അതെ, അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് 2002 ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന സ്കോർപിയോ, അന്ന് അതൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും ഭയങ്കര ഒരു അഡ്വാൻസ് കാർ പോലെയായിരുന്നു, SUV ആയിരുന്നു. അത് ഇറങ്ങിയ സമയത്ത് എനിക്ക് വാഹനം വാങ്ങിക്കണമെന്നുണ്ട്. കാരണം അന്ന് എന്റെ മനസ്സിൽ സ്കോർപിയോ ആയിരുന്നു, ഡിസൈൻ അങ്ങനെയായിരുന്നു, സഫാരി ആയിരുന്നു. അതെ അതെ. പക്ഷെ സ്കോർപിയോ ഇറങ്ങിയ ആ മൊമെന്റില്, അതെ, അല്ല ഇവർക്ക് സഫാരി ഇറങ്ങുമ്പം ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് അർമഡയാണ്. അർമഡയാണ് ഇപ്പോഴത്തെ ബൊലേറോ ആയത്. അർമഡ ആയിരുന്നു അന്ന് മഹീന്ദ്രയുടെ ഒരു SUV. പക്ഷെ മഹീന്ദ്രക്ക് ഒരു ഗ്ലോബൽ SUV വേണം എന്നുള്ളത് വന്നപ്പോഴാണ് സ്കോർപിയോ വന്നത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹിസ്റ്ററിയിലും കാര്യത്തിലും എങ്ങനെയാണ് മഹീന്ദ്ര ഇത് ഫോം ചെയ്തെടുത്തതെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം സ്കോർപിയോ നമുക്ക് പറയുന്നത് 19 വർഷം കഴിഞ്ഞ് 20ാം വർഷമാണ്. മഹീന്ദ്രയുടെ ഒരു കാറാകുമ്പോൾ നമുക്കുള്ളൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഓവർ ദ ടൈം ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ടാവും. താറ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും താറ് എവിടെ നിന്നാണ് അവര് ഇവിടെ എത്തിച്ചാണുള്ളത്. അതെ. അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഹോപ്പ് ഫോർ സ്കോർപിയോ. അപ്പോൾ പുതിയ സ്കോർപിയോ അടുത്ത വർഷം വരും. 2020 എന്തായാലും പുതിയ സ്കോർപിയോ വരും. 20ാം വർഷവുമാണ്. അപ്പം നമ്മൾ കരുതുന്നത് അത് നല്ലൊരു നെക്സ്റ്റ് ലെവൽ സ്കോർപിയോ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ സ്കോർപിയോനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളത്തിനേക്കാളും സ്കോർപിയോക്ക് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് കേരളം വിട്ടാൽ തോന്നാറുണ്ട്. കാരണം ഇപ്പോഴും പല പൊളിറ്റിക്കൽ ലീഡർമാർ അവർ സ്വന്തം വണ്ടി വേറെയുണ്ട്. തമിഴ്നാട്ടിൽ വേറെ എവിടെ പോവാണ് സ്കോർപിയോക്ക് ഒരു വില. ഇപ്പം നമ്മൾ സാധാരണ പറയും മഹാരാഷ്ട്രയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ലോനാവല ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് സ്കോർപിയോ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ സെറ്റാണ്, വേറെ ആരും ബുദ്ധിമുട്ടിക്കാൻ വരില്ല എന്നുള്ള. ചെറിയ കൊടി ഉണ്ടായാൽ മതി. കൊടിയിൽ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കമ്പുണ്ടായാൽ മതി, വരില്ല. അത് അവിടുത്തെ ഒരു മാർക്കായി മാറി. അതുപോലെ ആയിട്ട് അതെ അതെ സ്കോർപിയോ ആണ്. പിന്നെ അതിന്റെ മേലേക്കുള്ള വെള്ള SUVകൾ എന്നുള്ളതാണ്. അതിന്റെ ഒരു ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു സ്കോർപിയോ. ഒരു സമയത്ത് സ്കോർപിയോയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിച്ച പോലെ ഫിലിംസിലാണെങ്കിലും ഹീറോ ആണെങ്കിലും വില്ലോ ആണെങ്കിലും സ്കോർപിയോ. ചില മൂവീസിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, വൈറ്റ് ഹീറോന്റെ വണ്ടി ബ്ലാക്ക് വില്ലന്റെ വണ്ടി, സ്കോർപിയോ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത് പറയുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മളെ ഇന്ത്യയിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയിരുന്ന വണ്ടികളെക്കാളും 10 മടങ്ങ് ക്വാളിറ്റിയിലുള്ള വണ്ടിയുടെ കമേഴ്ഷ്യൽ വീഡിയോസ്, അഡ്വർടൈസ്മെന്റ് വീഡിയോസ് വന്നിട്ടുണ്ട്. അത് മഹീന്ദ്ര മൊത്തത്തിലുള്ള ആഡാണെങ്കിലും സ്കോർപിയോന്റെ ഫസ്റ്റ് ജനറേഷൻ സ്കോർപിയോ മുതൽ വന്നിരിക്കുന്ന പരസ്യ മൂവീസ് ഉണ്ട്. അതൊന്ന് കണ്ടേ പറ്റും. അത് നിങ്ങളൊന്ന് കാണേ.
ഇതെല്ലാം ആണ് എങ്കിലും നമ്മൾക്ക് എപ്പോഴും നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മളെ കാര്യത്തിനോട് എപ്പോഴും അഭിമാനം തോന്നുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ ലോകോത്തര വണ്ടി ആയിട്ടില്ലെങ്കിൽ കൂടി നമുക്കത് ഇന്റർനാഷണൽ മാർക്കറ്റിലെല്ലാം എത്തിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഈ വാഹനത്തിനൊക്കെ ഒരു പ്രത്യേക സ്പോട്ട് തന്നെ ഉണ്ട്. ഇന്ത്യൻ മെയ്ഡ് വെഹിക്കിൾസ് സ്കോർപിയോയ്ക്ക് ആണെങ്കിലും വേറെ ഏത് വാഹനത്തിനാണെങ്കിലും അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമ്പാരബിളി നമ്മുടെ മനസ്സിനകത്ത് ഈ വാഹനങ്ങൾ തന്നെയാണ് കിങ്. കാരണം വാല്യൂ ഫോർ മണി, ഈ പ്രൈസിങ്ങിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം, കൊണ്ടുനടക്കാൻ എളുപ്പം, അത്യാവശ്യത്തിന് ഇപ്പോൾ ലുക്സും ഉണ്ട്, എല്ലായിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും മനസ്സിലുള്ള ഒരു സാധനമാണ് മഹീന്ദ്ര. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ്, മഹീന്ദ്രയുടെ പ്രത്യേകിച്ചും സ്കോർപിയോ, താറും. അതെ. അപ്പോൾ മഹീന്ദ്രയുടെ ഈ വർഷം ഏതായാലും സ്കോർപിയോ ആയിരിക്കില്ല വരാൻ പോകുന്നത്, ബലേറും XUV 700 പക്ഷെ അടുത്ത വർഷം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഒരു മുൻകൂട്ടിയുള്ളൊരു ട്രിബ്യൂട്ട് വീഡിയോ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വർഷത്തെ മാരകമായ സ്കോർപിയോയ്ക്കുള്ള നമ്മുടെ വെയിറ്റിംഗിന്റെ ഇടയിൽ ചെറിയ സ്കോർപിയോയ്ക്ക് ഒരു ട്രിബ്യൂട്ട്. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അതെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ട്രിബ്യൂട്ടെല്ലാം കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ സ്കോർപിയോ പ്രാന്തുള്ളവരൊക്കെ ഉണ്ടാവും, അവർക്ക് ഈ വീഡിയോ കാണട്ടെ. കാരണം എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. സ്കോർപിയോനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോഴാണ് കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞത്, സ്കോർപിയോന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതെ. സോ ഇറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സ്കോർപിയോ അനുഭവങ്ങൾ ഉണ്ടാവാം. കാരണം എല്ലാവരും ഒരു തരത്തിലല്ലേ മറ്റു തരത്തിൽ നമ്മൾ ഇന്ത്യൻ. അതെ. അപ്പോൾ സ്കോർപിയോ, ഇനി അതല്ലാതെ വല്ല വേറെ മഹീന്ദ്ര വെഹിക്കിൾ, താറോ മറ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അടുത്തൊരു ട്രിബ്യൂട്ട് വീഡിയോ നമ്മൾ ഇതേപോലെ ഒരു വണ്ടി കൊണ്ടുവരും. അതുവരെ ലെറ്റ്സ് സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഇൻഡോഴ്സ്. ഇതുപോലെ ഷൂട്ട് ഉണ്ടെങ്കിൽ മാത്രം പുറത്തോടി. ബട്ട് എൻജോയ് യുവർ ലൈഫ്. ഗോഡ് ബ്ലെസ്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവർ ഞാൻ നന്ദു, ഹനി. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഹനിക്ക. Bye bye.